യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഈ നാടിൻ്റെയൊക്കെ പ്രിയപ്പെട്ട MLA-യും ചീഫ് വിപ്പുമായ ഡോക്ടർ N. ജയരാജ്, ബഹുമാനരായ ജനപ്രതിനിധികൾ, ഇവിടെ ശൈലജ ടീച്ചർ മുൻ മന്ത്രിയുണ്ട്, ഇവിടെ എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീ VP സുനീഷ് MP ഉണ്ട്, നമ്മുടെ ബഹുമാനരായ PK ബിജു മുൻ MP ഉണ്ട്, ബഹുമാനരായ ജനപ്രതിനിധികൾ പലരുമുണ്ട് വേദിയിൽ. എന്നോടൊപ്പം ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ, സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രിയമുള്ള സഖാക്കളെ, സ്നേഹിതരെ, ആദ്യമായി ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. പുറകോട്ടൊന്ന് നോക്കി, എവിടെയെങ്കിലും ഉച്ചയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് 1 മണിയായി, ഇങ്ങനെ ഒരു യോഗം ഇത്രയും ജനത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി ഈ കേരള സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമാണ്. ഞാനോർത്ത് ഇവരുടെയൊക്കെ പ്രസംഗം കേട്ട് കസേരയൊക്കെ കാലിയാക്കി നിങ്ങളൊക്കെ പോയി കാണും എന്ന്. ഏതൊക്കെയാലും ഇവിടെ കാത്തുനിന്ന് ഞങ്ങളെ എല്ലാവരെയും, നമ്മുടെ ടീം അംഗങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം, ഘടകകക്ഷിയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്. അവരെല്ലാം നിങ്ങൾ ഓരോരുത്തരെയും ആവേശത്തോടുകൂടി സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കഷ്ടപ്പാട് സഹിച്ച് ഈ ഉച്ചവെയിലത്ത് ആ റോഡിൽ ഇരുവശത്തും ആളുകൾ നിറഞ്ഞു കവിഞ്ഞ് നിന്ന് ഞങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്നണിയോടുള്ള സ്നേഹമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ വളരെ ദീർഘമായി ആരോഗ്യരംഗത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ടീച്ചർ സംസാരിച്ചു എന്നെനിക്കറിയാം. മറ്റ് നേതാക്കന്മാരൊക്കെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാവുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ 5-10 മിനിറ്റ് സംസാരിച്ച് നിങ്ങളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇതിനുശേഷം പൂഞ്ഞാറിൻ്റെ നിയോജക മണ്ഡലത്തിലെ സമ്മേളനം മുണ്ടക്കയത്തുണ്ട്. അതിനുശേഷം പീരിമേട്ടിലെ സമ്മേളനം വണ്ടിപ്പെരിയാറുണ്ട്. അതിനുശേഷം ഇന്നേ ദിവസം തന്നെ നെടുങ്കണ്ടത്ത് സമാപനമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ദേവികുളത്ത് പോയി എത്തേണ്ടതുമുണ്ട്. അവിടെ ഒരു ചെറിയ കമ്മിറ്റിയുമുണ്ട്. അപ്പം ഇവിടെ എല്ലാം ആൾക്കാരെയൊക്കെ വിഷമിപ്പിക്കാതെ അവിടെ സമയത്ത് ചെന്നെത്തേണ്ടതുമുണ്ട്. പക്ഷെ ഞാൻ പ്രത്യേകം ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയുകയാണ്. മറ്റൊന്നുമല്ല, ഒന്ന്, ഈ മുന്നണിയുടെ ആ സ്നേഹം വെച്ച് ഇത്രയും മാത്രം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു. അതുമാത്രമല്ല, ജയരാജനറിയാം, ഞാൻ ഈ പ്രദേശത്ത് കൂടി എപ്പോഴും പോകാറുള്ള പ്രദേശമാണ്. കാരണം എൻ്റെ അമ്മ വീടും പൊൻകുന്നത്താണ്. അല്ല ജയരാജ്? രാജാ വീട്ടിലെപ്പോഴും പോകും. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എത്രയും മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ആ മനോഹരമായി സംഘടിപ്പിക്കുക മാത്രമല്ല, ഈ സമ്മേളനം ഗംഭീരമായിരിക്കുന്നു, ഉജ്ജ്വലമായിരിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും, സഹോദരന്മാരെയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിവിടെ കുറിപ്പ് തന്നത് ഇവിടുത്തെ ഓരോ വികസനത്തിൻ്റെ കാര്യത്തിലാണ്. എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനും തൊട്ട് കാണിക്കുവാനും അദ്ദേഹം ഇത് എഴുതി തരാതെ തന്നെ എനിക്ക് വളരെയധികം കാര്യങ്ങൾ ഇവിടെ തന്നെ അറിയാം. നിരനിരയായിട്ട് ഇഷ്ടം പോലെ വളരെയധികം ബൃഹത്തായ പദ്ധതികൾ ഇവിടെ ജയരാജ് നടത്തിയിട്ടുണ്ട്. ജയരാജിനൊരു ഒരു 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 എന്താണ് ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റുണ്ട്.
ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എവിടെ ചെന്നാലും വളരെ ഭവ്യതയോടുകൂടി നിന്ന് ആ വികസന കാര്യങ്ങൾ അടിച്ചു മാറ്റാൻ വലിയ ഒരു കഴിവുണ്ട്. പാലായിലുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടറെ വരെ ഇങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അല്ല, ചോദിച്ചു നോക്കൂ, ഞാനും അദ്ദേഹമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ആരോഗ്യ മേഖല രംഗവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ഇന്ന് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എത്രയോ കാർഡിയോളജി, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഡോക്ടറെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി. ഞാൻ തിരുവനന്തപുരത്ത് പരാതിയൊക്കെ പറഞ്ഞു, എന്നാലും അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. മാത്രമല്ല, ഞങ്ങളുടെ MLA കൂടി ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വഴക്കുണ്ടാക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ പോയി ധനകാര്യമന്ത്രിയുടെ അടുത്തുനിന്ന് പതുക്കെ പോയി സൂത്രത്തിൽ ആരും കാണാതെ ഇങ്ങനെ ഭവ്യതയോടുകൂടി ഇന്ന് അതിങ്ങെടുത്തുകൊണ്ട് പോകും. ആരോഗ്യ മേഖലയുടെ അവിടുത്തെ മന്ത്രിയെ കണ്ട് അതിങ്ങോട്ട് കൊണ്ടുവരും. സ്പോർട്സ് മേഖലയിൽ പോയി അവിടുത്തെ ഈ പറയുന്ന ഒരു പദ്ധതി അല്ലേ, ഇവിടെ ഒരു സ്പോർട്സിൻ്റെ കോംപ്ലക്സ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതെ, സ്കൂൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വിവിധ ആ പൊതുസ്ഥാപനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച്, അദ്ദേഹത്തിന് അങ്ങനെ കൊടിയുടെ നിറമോ അല്ലെങ്കിൽ ഇന്ന മുന്നണിയെന്നോ ഒന്നുമില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഇവിടെ യാതൊരു സംശയവുമില്ല. ഇവിടെ കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഐക്യവും ആവേശം കാണുമ്പോൾ നമുക്ക് തീർച്ചയായും ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കുക മാത്രമല്ല, ഒരു തുടർഭരണത്തിലേക്ക് ഇടതുപക്ഷം പോകുന്നു എന്നുള്ള തെളിവാണ് ഈ കാണുന്ന സമ്മേളനം. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, നിരവധി കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്. ഇവിടെ പാലമുണ്ട്, വഴിയുണ്ട്, ആശുപത്രിയുണ്ട്, സ്പോർട്സിൻ്റെ സ്കൂളുണ്ട്, മറ്റ് ഏത് മേഖലയിലാണ് തൊടാത്തത് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഗ്രാമീണ റോഡ് മുതൽ നാഷണൽ ഹൈവേ വരെയുണ്ട്, ഗ്രാമീണ സ്കൂൾ മുതൽ നമുക്ക് ടെക്നോ പാർക്ക് വരെയുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുണ്ട്, അതുപോലെ തന്നെ ബസ് സ്റ്റേഷൻ മുതൽ നമുക്ക് ടെർമിനൽ മുതൽ നമുക്ക് എയർപോർട്ടുകൾ വരെയുണ്ട്, ഇവിടെ വാട്ടർ മെട്രോ മുതൽ തുറമുഖം വിഴിഞ്ഞം വരെയുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വികസനങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഞാൻ സാധാരണക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും വികസനമുണ്ടെങ്കിലും നിങ്ങളെ തൊട്ടു തലോടിയ ഏത് വികസനമാണ് നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കും. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം ഇത്രയെല്ലാ വികസനമുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചോളം ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് നേരിട്ട് ഈ സർക്കാർ തൊട്ടു തലോടിയ ഒരു വികസനം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല. ഞാൻ പറയും, ഇടതുപക്ഷ അവതരിപ്പിച്ച ക്ഷേമ പെൻഷൻ തന്നെയാണ് എന്ന് ഞാൻ പറയാൻ കഴിയും. അതാണല്ലോ എനിക്ക് അല്പം ആശ്വാസം കിട്ടി. മറ്റതെല്ലാം നമുക്ക് ഗുണഭോക്താക്കളായിരിക്കാം, പക്ഷെ എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ആശ്വാസം കിട്ടി എന്ന് പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഈ കണക്കുകൾ എടുത്തൊന്ന് പരിശോധിക്കും. എത്രമാത്രം ക്ഷേമ പെൻഷൻ എന്ന് പ്രസംഗിക്കും, പക്ഷെ എത്ര കിട്ടി, ആർക്ക് കിട്ടി എന്നുള്ളത് നമ്മളൊന്നെടുത്ത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണമല്ലോ. ഇതിപ്പോൾ ജയരാജ്, ഇത് ചിറക്കടവ് പഞ്ചായത്തല്ലേ? ആണോ? ചിറക്കടവ് പഞ്ചായത്തിലെ മാത്രം, ഇവിടെ എത്ര പഞ്ചായത്തുണ്ട് മൊത്തം? എത്ര മണ്ഡലമുണ്ട്? 9 പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ ഈ ചിറക്കടവ് പഞ്ചായത്തിലെ മാത്രം ക്ഷേമ പെൻഷൻ കിട്ടുന്ന നമ്മുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത കണക്കാണ്, അപ്പോൾ അതിനകത്ത് തെറ്റുവരില്ല. ആകെ 4919 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക്, 4919 ആളുകൾക്ക്, വ്യക്തികൾക്ക് 2000 രൂപ വെച്ച് ഓരോ മാസം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ജയരാജ് മലയാളത്തിൽ മാത്രമല്ല കണക്കിനും വിദ്വാനാണ്, പക്ഷെ അദ്ദേഹം ആൻസർ പറയല. ഒരു മാസം 98 ലക്ഷം രൂപ
ഈ പഞ്ചായത്ത് ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ ഓരോ പാവങ്ങളുടെയും വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്? ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇൻറ്റു 98 ഇൻറ്റു 12, 11,80,00,000 രൂപ. 11,80,00,000 രൂപ ഈ ചിറക്കടവ് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ സർക്കാർ വഴി ഇത്രയും 4,900 പേർക്ക് എന്ന് പറഞ്ഞാൽ 5,000 പേർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് എത്ര വരും? നമുക്ക് 5 വർഷം കൊണ്ട് എത്ര രൂപ കൊടുക്കും? 60 കോടിയിൽ കുറച്ച് കുറവ്, 59 കോടി രൂപ. 59 ഇൻറ്റു 5 നോക്കിയാൽ മതി, 59 കോടി രൂപ ചിറക്കടവ് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സർക്കാർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കണക്കിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ 9 എന്നുള്ളത്, ഇനി അത് കുറച്ച് ചില സ്ഥലത്ത് 5,000 എന്നുള്ള 6,000 ഒക്കെ ക്ഷേമ പെൻഷൻ ചില പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ കണക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. 10 മണ്ഡലം ഉണ്ടെന്ന് ഓർക്കുക. 59 കോടി രൂപ ഒരു 5 വർഷം ഒരു മണ്ഡലത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ 590 കോടി രൂപ ഇന്ന് ഈ നിയമസഭാ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനൊക്കെ ഒരല്പം ആശ്വാസമാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവര് ഇടതുപക്ഷ സർക്കാർ അവരെ ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ ആ കുടുംബങ്ങളും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കും, മറക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതുമാത്രമാണോ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ജീവിതകാലത്ത് എനിക്കൊരു സ്വന്തമായ ഒരു വീട് വേണം, തലചായ്ക്കുവാൻ ഒരു വീട് വേണം. അത് മരണത്തിന് മുമ്പ് ഞങ്ങളുടെ മക്കളെയും ഒക്കെ അപ്പനും അമ്മയും ഒക്കെ സുരക്ഷിതമായി താമസിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും, വീടില്ലാത്തവർക്കും വാടകയ്ക്ക് താമസിക്കുന്നവർക്കും എല്ലാം ഒരാഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ ആകെ വീടുകൾ കൊടുത്തത് എത്രയെന്ന് ചോദിച്ചാൽ 2,700 വീടുകൾ. ലൈഫ് മിഷനിൽ 2,700 വീടുകൾ സാങ്ഷനായി. അതിനകത്ത് 2,059 വീടുകൾ പൂർത്തിയാക്കി. ബാക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 641 വീടാണ്. അപ്പോൾ 2,700 2,800ഓളം വീടുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വീട്ടിൽ ഒരു ശരാശരി നമ്മൾ 4 പേര് കാണും അല്ലേ? അപ്പനും അമ്മയും 2 മക്കളും കൂടി. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 8,000ഓളം വരുന്ന ആളുകൾക്ക്, വ്യക്തികൾക്ക് ഇന്ന് സംരക്ഷണം കൊടുക്കുന്നു, ഒരു അഭയം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വലിയൊരു കാര്യമാണ്. ഈ അടുത്ത നാളിൽ സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്കറിയാം പല യുവതികളും സഹോദരിമാരും അമ്മമാരുമുണ്ട്. ഒരു വേതനവുമില്ല, ഒരു ജോലിയുമില്ല, ഒരു വരുമാനവുമില്ലാത്തവർക്ക് 35-നും 60 വയസ്സിനും ഇടയ്ക്കുള്ളവരെ 1000 രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞ നവംബർ 1-ാം തീയതി. അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ്. എത്രയായി എന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം NSDG ചോദിച്ചപ്പോൾ 18 ലക്ഷം പേര് അത് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ പണം ഇപ്പോൾ ഉടനെ തന്നെ വീട്ടിലേക്ക് ചെന്നെത്താൻ പോവുകയാണ്. അത് തീർച്ചയായിട്ടും വലിയൊരു സമാധാനമാണ്. ഇവിടെ നമുക്കറിയാം പലപ്പോഴും രോഗമുണ്ടാകുമ്പോൾ ആ രോഗികളൊക്കെ ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടി എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചിലവാക്കും. അത് മാത്രമല്ല കടക്കണിൽ ചെന്നെത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോയെങ്കിലും ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായം എത്തിക്കുക എന്നുള്ളതാണ്. ആ സഹായം എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പല വകുപ്പുകളുണ്ട്. അവിടുന്ന് എല്ലാം SC/ST മേഖലയിലുണ്ട്. അവിടുന്നെല്ലാം ചികിത്സാ സഹായമായി 30,000 ആയിരിക്കാം, 50,000 ആയിരിക്കാം, അപ്പം അത് 1,00,000 ആയിരിക്കാം, 75,000 ആയിരിക്കാം. അങ്ങനെയൊക്കെ MLA വഴിയും ജനപ്രതിനിധികൾ വഴിയും അത് സർക്കാർ കൊടുക്കുന്നതാണ്. എത്രയോ ആയിരങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ആപ്പുണ്ട്.
ഓരോ നിയോജക മണ്ഡലത്തിൽ കൊടുത്ത കണക്കുമുണ്ട്. അതിലേറ്റവും കൂടുതൽ പലപ്പോഴും ഇവിടുത്തെ ജയരാജൻ്റെ സ്റ്റാഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് ചികിത്സാ സഹായം കൊണ്ട് എത്തിക്കുന്നത്. അതും അവർക്കൊരു അല്പം ആശ്വാസം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ നിരവധി പദ്ധതികൾ ഇന്ന് നമ്മൾ നേരിട്ട് ഒരു കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ഈ പദ്ധതികളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുക. നമുക്കറിയാം, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ചെയ്ത വികസന പദ്ധതികൾ, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതി ഇതാണെങ്കിൽ ലാൻഡ് മാർക്കായിട്ട് പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2016 ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിച്ച ആരുടെയും കുട്ടികൾ 2016 ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ എത്ര പ്രായമായി? 18 വയസ്സായി, അല്ലെങ്കിൽ 19 വയസ്സായി. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പവർ കട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പവർ ഫെയിലിയർ, ലോഡ് ഷെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയും, ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അത് സത്യമാണ്. ഇത് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, പവർ കട്ടില്ല എന്ന്. പക്ഷേ അവർക്ക് അറിയില്ല എന്ന് മാത്രമല്ല, അതിനൊരു മറ്റൊരു അനുഗ്രഹം കൂടിയുണ്ട് 10 വർഷക്കാലമായി. ആ അനുഗ്രഹം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം നമുക്കറിയാം, എത്രയോ കുടുംബങ്ങളിലുള്ള IT മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ, അത് ടെക്നോ പാർക്കിലും ഇൻഫോസിറ്റിയിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലും മഹാരാഷ്ട്രയിലും ഹൈദരാബാദിലും ഒക്കെ ജോലി ചെയ്യുന്നവർ അവരോട് പറഞ്ഞു, കോവിഡിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി ജോലി ചെയ്തു. കോവിഡ് കഴിഞ്ഞപ്പോൾ അവർ കണ്ടു, ഒരു സൗകര്യമാക്കി എടുത്തു, നിങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് വരണ്ട. കാരണം ഓഫീസിൽ വന്നാലും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള അവരുടെ പേരന്റ് കമ്പനിയുമായി അവർ വൈഫൈ കണക്ട് ചെയ്ത് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ അവർ ഇപ്പോഴും വീട്ടിലിരിക്കുകയാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കുക, എത്രയോ വീടുകൾ, ഒരു വാർഡിൽ മിക്കവാറും ഒരു 60-70 പേരെങ്കിലും യുവാക്കൾ ഇപ്പോഴും ഈ ആഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലക്ഷങ്ങളാണ് കേരള സംസ്ഥാനത്തിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന യുവാക്കൾ IT മേഖലയിൽ. അവരോട് പറയുക, നിങ്ങളുടെ രാത്രി ജോലി ചെയ്യുമ്പോൾ അരമണിക്കൂർ പവർ ഫെയിലിയർ ആയി എന്ന് പറഞ്ഞാൽ അവർ കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ട് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ട് വൈഫൈയിലാണ്, ഇന്റർനെറ്റിലാണ് ജോലി ചെയ്യുന്നത്. 1 മിനിറ്റ് കട്ടായി പോയാൽ ഒരു തരത്തിൽ പറഞ്ഞ അവരുടെ ജോലിയിൽ സസ്പെൻഷൻ വരും. കാരണം അപ്പുറത്ത് ഇവിടെ രാത്രിയാവുമ്പോൾ പകലാകുന്ന അമേരിക്കയിലും മറ്റ് പ്രദേശങ്ങളിലുമായി കമ്പനികളുമായി വർക്ക് ചെയ്യുകയാണ്. അവർക്ക് ആ നിമിഷം തന്നെ അവരുടെ സോഫ്റ്റ്വെയർ, അവരുടെ കണക്കുകൾ കൃത്യമായി അത് മറ്റ് കസ്റ്റമർക്ക് അവരുടെ കസ്റ്റമർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലും തടസ്സം വന്നാൽ ഈ യുവാക്കളൊക്കെ പരിഭ്രാന്തരാകും. വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ തന്നെ അതിനെ കാണുകയാണ്. ഇന്ന് നാഷണൽ ഹൈവേ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഇന്ന് KSTPയുടെ ഈ റോഡുകൾ പൂർത്തിയാകുന്നതോടെ വരെ വലിയ വിഷമം. അയ്യോ, അവിടെ കുഴി, ഇവിടെ കുഴി, ഇത് തീർന്നില്ല, പൈപ്പ് പൊട്ടി, എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വരും. ശരിയാണ്, നമ്മളൊരു നിർമ്മാണം നടത്തുമ്പോൾ തടസ്സങ്ങൾ വരും, പ്രത്യേകിച്ച് ജനസാന്ദ്രതയുള്ള ഈ പ്രദേശങ്ങളിൽ. ഇപ്പോൾ JJM നമ്മളെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതൊരു ബൃഹത്തായ പദ്ധതി. ഇനി ഒരു 50 വർഷത്തേക്ക് അതിന് പിന്നെ വേറെ ഒരു റിപ്പയർ വർക്കോ അല്ലെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് പൈപ്പിടുകയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുമ്പോൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എടുക്കുമ്പോൾ ചില അസൗകര്യങ്ങൾ നമുക്ക് വന്നെന്നിരിക്കും, ചിലപ്പോൾ ഇച്ചിരി കാലതാമസം വന്നെന്നിരിക്കും. പക്ഷെ അത് പൂർണ്ണമായി കഴിയുമ്പോൾ നമുക്ക് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് ഇനി ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കും കൂടെയുള്ള ഭൗതിക സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്നത് ഈ സർക്കാർ, അല്ലേ? അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നാഷണൽ ഹൈവേയുടെ കാര്യമുണ്ടോ? ഇവിടെ KSTP വർക്കിൻ്റെ കാര്യമുണ്ടോ? നമ്മൾ ഓർക്കുന്നു, പാലായി ഇന്ന് പൊൻകുന്നം വന്ന് കാഞ്ഞിട്ട്. ഞാനിപ്പോൾ എപ്പോഴും തിരുവനന്തപുരത്തിന് പോകുന്നത് ഇതിലേ കൂടി തന്നെയാണ്. മണിമല കൂടി അങ്ങോട്ട് പോകും, വളരെ സൗകര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ കഴിയും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു, ഇവിടെ വന്നിരുന്നു, എവിടെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ, എങ്ങനെയാണ് ഇത്? ഞാൻ പറഞ്ഞു, ഈ റോഡ് എടുക്കാവുള്ളൂ, അത് എത്രയോ മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണ്. ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം ഏതാനും മാസങ്ങൾക്ക് പൂർത്തിയാക്കുകയാണ്.
അത് UDFന്റെ കാലത്ത് ഏറ്റെടുത്തിരുന്നു. പക്ഷേ കേന്ദ്രം പറഞ്ഞു, ഇവർ ചോദിച്ചു എത്ര മീറ്റർ വീതി തരും? 30 മീറ്ററേ തരുള്ളൂ, അതിന് കൂടുതൽ എടുക്കാൻ പറ്റില്ല. അന്ന് അധികാരത്തിൽ ഇരുന്നവർ പറഞ്ഞു, ഞാനും ഇന്ന് ലോക്സഭയിൽ ഉണ്ടായിരുന്നു, പറ്റിയേല എന്നുള്ളത് ഇവിടുത്തെയുള്ള അധികാരികൾ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു 30 മീറ്ററിൽ നാഷണൽ ഹൈവേ എന്ന് പേരുള്ള ഈ രാജ്യത്തൊന്നുമില്ല, അത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഏറ്റവും ചുരുങ്ങിയത് 45 മീറ്ററെങ്കിലും വേണം. അങ്ങനെ 45 മീറ്റർ കൊടുക്കാമെന്ന് സമ്മതിച്ചത് ഇടതുപക്ഷം വന്നതിന് ശേഷമാണ്. മിനിറ്റും കൊണ്ട് അക്വയർ ചെയ്തു, ആരുടെയും കണ്ണീര് വീഴാതെ എല്ലാവർക്കും നല്ല കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട്, നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അത് മുഴുവൻ ഏതാണ്ട് 2 മാസം കൊണ്ട് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. അവിടെ ഞാൻ ഓർക്കുന്നു, ഇപ്പോഴുമുള്ള ട്രാൻസ്പോർട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്, ഈ നാഷണൽ ഹൈവേ എന്നുള്ളൊരു ഹൈവേ കേരള സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ്, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ AKGയെ പറ്റി കേട്ടിട്ടുണ്ട്, പാവങ്ങളുടെ പടത്തലവനായിട്ടാണ് കേട്ടിരിക്കുന്നത്. നമ്മൾ EMSനെ പറ്റി കേട്ടിട്ടുണ്ട്, തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായിട്ടാണ് കേട്ടിരിക്കുന്നത്. ഇന്ന് എത്രയോ നൂതനമായ പദ്ധതികൾ, നാഷണൽ ഹൈവേ ആണെങ്കിലും, വാട്ടർ മെട്രോ ആണെങ്കിലും, മലയോര ഹൈവേ ആണെങ്കിലും, KSTP വർക്കുകളാണെങ്കിലും, ഇന്ന് ആശുപത്രികൾ നവീകരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഇന്ന് +2 നവീകരിക്കുന്ന കാര്യങ്ങളും, സെൻട്രൽ ഓഫ് എക്സലൻസിൻ്റെ കാര്യങ്ങളും, ഇന്ന് സ്റ്റാർട്ടപ്പുകളാണെങ്കിലും, ഇന്ന് ടെക്നോ പാർക്കുകളാണെങ്കിലും, ഇതൊക്കെ ഒരു നൂതന കേരളം പടുത്തുയർത്തുവാൻ വേണ്ടിയാണ്. കേരളം നാളെ വർത്തമാനകാലത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ആരാണ് ഈ നൂതന കേരളത്തിന്റെ പടത്തലവൻ, ശില്പി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് സഖാവ് പിണറായി വിജയൻ എന്ന് ജനങ്ങൾ പറയും. ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, നമുക്കറിയാം ഇന്ന് സമയം പോയി, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, ക്ഷമിക്കണം. ഇത്രയും നേരം പാലായിൽ നിന്നുമൊക്കെ പോന്നപ്പോൾ അവിടെ പ്രമുഖരെ കാണുന്ന സംവാദങ്ങളുണ്ടായിരുന്നു, അതിനുശേഷം പത്രസമ്മേളനം ഉണ്ടായിരുന്നു, അതിനുശേഷം പൊതുയോഗമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചു പോയത്. നമുക്കൊരു കാര്യമേ ചെയ്യുവാനുള്ളൂ. ഇന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ടല്ല, പക്ഷെ സംസാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ടാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന് സംവാദം നടത്തി സാധാരണക്കാരെ ജനങ്ങളെ കൊണ്ട് എത്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മറു സൈഡില് കോൺഗ്രസ് പാർട്ടിയും BJPയും ചെയ്യുന്നത് അത് വികസന വിരുദ്ധ തൂവൽ പക്ഷികൾ തന്നെയാണ്. കേന്ദ്രം BJP എടുത്ത് നോക്കിയാൽ അവര് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ വന്നു. ആ ബഡ്ജറ്റ് വന്നതിൽ എന്തെങ്കിലും കേരളം എന്നൊരു സ്വരമോ ഒരു വാക്കോ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ BJPക്കാർ ഓർത്ത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്ന്. അവരും നിരാശരായി, ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ ആർക്കാണ് സന്തോഷം വന്നിരിക്കുന്ന UDF. കാരണം ഇവിടെ വികസനം നടക്കാൻ പാടില്ല. ഇത്രയും വികസനം നടന്നിട്ട് എപ്പോഴെങ്കിലും ഒരു കാര്യത്തെങ്കിലും UDF കോൺഗ്രസോ സഹായിച്ചിട്ടുണ്ടോ, പിന്താങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇതിനുശേഷം ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടുപേരും, രണ്ട് പ്രസ്ഥാനങ്ങളും നമ്മൾ കാണുന്ന വികസന വിരുദ്ധ ഒരു തൂവൽ പക്ഷികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ പറയും ഇടതുപക്ഷത്തിനൊരു ഓളമുണ്ട് കേട്ടോ, നമ്മൾ ജയിക്കാൻ പോകുന്ന ആ ഓളം എങ്ങനെയാ വരുന്നത്, ആ ടെമ്പോ എങ്ങനെയാണ് വരുന്നത്? ആ ടെമ്പോ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മുഴുവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ആരെ പറ്റിയാണ് സംസാരിക്കേണ്ടത്? ഇടതുപക്ഷത്തിനെ പറ്റി സംസാരിക്കണം, ഇവിടുത്തെ ജനപ്രതിനിധിയെ പറ്റി സംസാരിക്കണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയണം, നമ്മൾ ചെയ്ത കുടുംബത്തിലേക്ക് ചെയ്ത കാര്യങ്ങൾ പറയണം. ചിലപ്പോൾ ചില നൂതനകളുണ്ടെങ്കിൽ സംസാരിക്കണം, നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ മുഴുവൻ അംഗൻവാടി ടീച്ചേഴ്സും അതുപോലെ തന്നെ കുടുംബശ്രീയും അതുപോലെ തന്നെ ഡോക്ടർമാരും എല്ലാവരുമായി സംസാരിച്ച് എന്താണ് അടുത്ത 5 വർഷത്തേക്ക് കഴിയേണ്ടത്, എന്താണ് എന്തെങ്കിലും തിരുത്തേണ്ടത് അടുത്ത 1 മാസത്തേക്ക്, ഇതെല്ലാം ഞങ്ങൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മൾക്ക് സംസാരിച്ച് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് യാതൊരു സംശയവുമില്ല, ഞങ്ങൾ ഈ ടീം പോകുമ്പോൾ കാണുവാൻ കഴിയുന്നത് കേരള സംസ്ഥാനത്തുടനീളം ഒരു സ്വരമാണ്, ഒരു തുടർഭരണമാണ്. 3ാം തവണയും ഇടതുപക്ഷം ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ കാഴ്ചപ്പാടും രാഷ്ട്രീയ നിലപാടും ഇന്ന് ജനങ്ങൾ കൊണ്ട് എത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഞങ്ങളോടൊപ്പം വളരെ ബുദ്ധിമുട്ടി വന്ന എത്രയോ ദിവസങ്ങളായി ഇന്ന് രാപകലില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഞങ്ങളോടൊപ്പമുള്ള ടീം അംഗങ്ങൾ ഇവരെല്ലാം ഇവിടെയുണ്ട്. അവരോടുള്ള നന്ദിയും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞാൻ നേർന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.